സുഗന്ധം ഒരു കാണിയായി എന്ന് പറയുന്നതിൽ നിന്ന് തൃശ്ശൂരിലെ ജനത വാരിക്കോരി അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഇന്ന് ഈ വേദിയിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഒരു വർഷത്തെ തന്നെ ഏറ്റവും, കാരണം യുഗപുരുഷൻ 170ാമത് ജന്മജയന്തി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം ഉണ്ടാവണം. ആ ഈശ്വര കടാക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടുകളായി വർഷിക്കപ്പെട്ട് അത് പുഷ്പങ്ങളാണെന്ന് കരുതി അതിൻ്റെ സുഗന്ധം പേറി ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറയുന്നത് തൃശ്ശൂരുകാർക്കും ആ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട്. മലയാളികൾ മാത്രമല്ല, ഒരു ലോക സമൂഹമുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ബലമാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വിശേഷിക്കുന്ന ഗുരുദേവൻ്റെ അപദാനങ്ങളെ, പ്രസക്തിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷണം ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. മനസ്സിലാവാത്ത പ്രദേശങ്ങളിലുള്ള ഗുരുദേവനെ ഭക്തി ആചാരപൂർവം ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിനായി സ്മരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ആംഗ്ലേയത്തിലാവണമെന്നുള്ള ഒരു നിശ്ചയത്തിന് ഞാൻ സ്വാമിജിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട്, നിങ്ങളേവരുടെയും അനുവാദം വാങ്ങിക്കൊണ്ട് തുടരുകയാണ്. Honorable guests, distinguished scholars, and my dear friends, it is with great reverence and pride that we gather here today to celebrate the Jayanti of one of India's most illustrious spiritual leaders and social reformers, Sri Narayana Guru Devan. This occasion is not merely a remembrance of his birth, but a celebration of the timeless values he espoused and the indelible impact he left on our society. Sri Narayana Guru was a beacon of wisdom, a revolutionary who dedicated his life to the cause of equality, justice, and the upliftment of the downtrodden. Born in an era when the caste system and social inequalities were deeply entrenched, Guru's